ഞാൻ യൂസ് ചെയ്യുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ബോഡി ഓയിലിൻ്റെ പ്രിപ്പറേഷൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പപ്പായ, ബീട്രൂട്ട്, മുരിങ്ങയില ഇത് മൂന്നും നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ, അതിനുശേഷം എള്ളെണ്ണ എന്നിവ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഇപ്പം ഓൺ ചെയ്യരുത്. അതിനുശേഷം അതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ച മിക്സിൻ്റെ ഒരു 3/4 പോർഷൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി കൊണ്ട് നമുക്ക് വേറൊരു കാര്യം കൂടെ പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ 3/4 പോർഷൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതിനെ ഓയിലുമായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യരുത്. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഇരട്ടി മധുരത്തിൻ്റെ തണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, രക്തചന്ദനത്തിൻ്റെ തണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് തകരം എന്ന് പറയും. ഇത് നമുക്ക് പച്ചമരുന്ന് കടകളിൽ വാങ്ങാനായിട്ട് കിട്ടും. പിന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് വേമ്പാലപ്പട്ട, അതും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നാൽപ്പാമരത്തിൻ്റെ പൊടിയൊന്ന് ഒരു തണ്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന മാർക്കുകൾ ഇതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരിക്കലും ഒരു ഓവർനൈറ്റിൽ ശരിയാവുന്ന പ്രോസസ്സ് അല്ല, പക്ഷേ ലോങ് ടൈമിലേക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു എണ്ണയാണ്. കാരണം എൻ്റെ സ്കിന്നിൽ ഇതുപോലുള്ള മാർക്കിംഗ് ഒക്കെ ഞാൻ ഈ എണ്ണ യൂസ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് ആക്റ്റീവായിട്ടുള്ള മുറിവുകളോ ആക്നീസോ ഒന്നും ഉള്ളപ്പോൾ ഈ ഓയിൽ യൂസ് ചെയ്യുകയും ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങളിത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങളുടെ സ്കിന്നിൽ ഇത് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ. എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യരുത്. അപ്പോൾ ആ എണ്ണ ചെറിയ തീയിലിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി അതൊന്ന് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത പപ്പായയുടെയും ബീട്രൂട്ടിൻ്റെ എല്ലാം കൂടെയുള്ള ആ ഒരു മിക്സിൻ്റെ കൽക്കം ഒരു മണൽ പരുവത്തിലേക്ക് വന്ന് തുടങ്ങുമ്പം വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ എണ്ണ വീണ്ടും തിളച്ച് ഇങ്ങനെ നന്നായിട്ട് പതയൊക്കെ വന്ന് കിടക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. എപ്പോഴാണോ നമ്മളുടെ ആ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു മണൽ പരുവത്തിലേക്ക് എത്തുന്നത് അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങണം. അപ്പോൾ വാങ്ങുന്നതിന് കുറച്ച് നേരം മുൻപ് ഞാൻ ആദ്യം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ചിഷ്ടയുടെ പൊടിയാണ്. മഞ്ചിഷ്ട നമ്മുടെ സ്കിന്നിലെ ഇറിറ്റേഷൻസ് ഒക്കെ മാറാനും ആക്നി മാർക്കൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അശ്വഗന്ധപ്പൊടിയാണ്. അശ്വഗന്ധപ്പൊടി നമ്മുടെ സ്കിന്നിലുള്ള ഏജ് സ്പോട്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഏജ് ആകുമ്പോൾ വരുന്ന മാർക്കുകൾ ഇതൊക്കെ മാറാനായിട്ട് അശ്വഗന്ധപ്പൊടി ഹെൽപ്പ് ചെയ്യും. പിന്നെ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞളിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ, ആൻറ്റി ബാക്ടീരിയലാണ്. അതുപോലെ തന്നെ സ്കാർസ്, പാടുകൾ, കറുത്ത പുള്ളിക്കുത്തുകൾ ഇതൊക്കെ മാറാനായിട്ട് മഞ്ഞൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും. എഗെയിൻ ഞാൻ പറയുന്നു, നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആക്റ്റീവായിട്ടുള്ള ആക്നീസോ മുറിവുകളോ ഒന്നും ഉള്ളപ്പോൾ നിങ്ങൾ ദയവേത് എണ്ണ യൂസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ മഞ്ഞളും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്തപ്പോൾ നമ്മുടെ ഓയിലിൻ്റെ കളറൊക്കെ മാറി മറ്റൊരു കളറിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഓയിലാണ്. ആവശ്യമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്. താങ്ക്